ദൈവത്തിൻ്റെ മഹത്വം. ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനിരിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജെറുസലേം മിഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരാഴ്ചവട്ടക്കാലത്തെ വിളംബത്തിന് ശേഷമായി യേശു ആര് എന്ന വിഷയത്തിലെ മനുഷ്യപുത്രൻ എന്ന രണ്ടാം സംജ്ഞയിലെ 5-ാമത്തെ ഭാഗമാണ് ഈ വീഡിയോ. അത് മനുഷ്യപുത്രൻ 5-ാം ഭാഗം. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകും വരെ പൈതൽ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. ഈ യെശയ്യാവ് 7:14-15 വാക്യങ്ങൾ യേശുവിൻ്റെ ബാല്യകാലത്ത് പറഞ്ഞിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ളതുമായ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചും അറിവില്ല. 12 വയസ്സ് വരെയുള്ള കാലം ഇതിനെ മറയ്ക്കപ്പെട്ട വർഷങ്ങൾ എന്ന് വിളിക്കുന്നു. യേശു ജീവിച്ച നസ്രത്ത് പട്ടണത്തിൽ ഒരിടത്താവളം പോലെ പുരോഹിത വർഗത്തിൽപ്പെട്ടവർ യെരുശലേമിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ഒരുമിച്ച് കൂടുമായിരുന്നു. നസറത്തിൽ ഒരു സിനഗോഗ് ഉണ്ടായിരുന്നുവല്ലോ. യെരുശലേം പള്ളിയിലേക്ക് യാത്ര ചെയ്യാൻ കഴിയാതിരുന്നവർ മതപരമായിട്ടുള്ള കർമാനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ട് തങ്ങളുടെ ശുശ്രൂഷാവാരം നസറത്തിൽ കഴിച്ചുകൂട്ടിയിരുന്നു. യേശു അവരെ നിരീക്ഷിക്കുകയും അവരിൽ നിന്ന് പഠിക്കുകയും ചെയ്തു കാണും. ഫൊയ്നീക്കയിൽ നിന്നും ഈജിപ്തിലേക്കും മധ്യധരണിയിൽ നിന്ന് ഉൾപ്രദേശങ്ങളിലേക്കുമുള്ള സഞ്ചാര കച്ചവട സംഘങ്ങളുടെ സുപ്രധാന വഴിയിലുമായിരുന്നു നസറത്ത്. യേശുവിൻ്റെ ബാല്യകാലത്തിൽ അവൻ്റെ ദൈവികോത്ഭവത്തെക്കുറിച്ചുള്ള ചിന്ത മാതാപിതാക്കൾ മറക്കാൻ തുടങ്ങിയിരുന്നു. ആ പ്രായത്തിലുള്ള ഏതൊരു കുട്ടിയെയും പോലെ അവൻ്റെ ബാല്യകാല ജീവിതം ആയിരുന്നതിനാൽ അവനെ മനുഷ്യനായി മാത്രം അവർ മാതാപിതാക്കൾ കരുതി. യെരുശലേമിൽ വെച്ച് ഈ ബാലനുമായി പരസ്പരം ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്തവർക്ക് അവനാണ് അവരുടെ വാഗ്ദത്ത മിശിഹ എന്ന് മനസ്സിലായതേ ഇല്ല. 400 വർഷങ്ങൾ, അതെ, പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും മധ്യയുള്ള ഇടവേള, ഇൻ്റർ ടെസ്റ്റ്മെൻ്റ് പീരീഡ്, ആ നിശബ്ദ വർഷങ്ങൾ യഹോവയ്ക്കും യഹൂദനുമിടയിൽ മൗനത്തിൻ്റെ നദി പോലെ കാലം നിർഗളിക്കെ തങ്ങൾ യഹോവയുടെ മുൻപാകെ വിശുദ്ധ ജനമായിരിക്കുന്നു എന്നവർ കരുതി. അത് യഹൂദ ജനം, ഇസ്രായേൽ മക്കൾ. അതാത് സ്ഥലങ്ങളിലുള്ള സിനഗോഗുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, പഠനങ്ങൾ, ശബത്തുകൾ, ഉത്സവങ്ങൾ, യെരുശലേം ദൈവാലയത്തിലെ യാഗങ്ങൾ എല്ലാം കൊണ്ടും തങ്ങൾ പൂർണ്ണത നേടിയിരിക്കുന്നു എന്നവർക്ക് തോന്നി. അപ്പോഴാണ് ഇടിനാദം പോലെ യഹൂദ മരുഭൂമിയിൽ നിന്ന് വന്ന സ്നാപക യോഹന്നാൻ്റെ ശബ്ദം. 400 വർഷങ്ങളായി ഒരു പ്രവാചകനും പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത യഹൂദർക്കിടയിലേക്ക് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ച വ്യത്യസ്തനായ ഒരു പ്രവാചകൻ ഇതാ ഏലിയാവിൻ്റെ ആത്മാവോടെ പുറപ്പെട്ട് വന്നിരിക്കുന്നു. ഭക്ഷണമോ വെട്ടുക്കിളി എന്ന സസ്യാഹാരവും കാട്ടുതേനും, പാരമ്പര്യമോ യെരുശലേം ദൈവാലയത്തിൽ പുരോഹിത വൃത്തി അനുഷ്ഠിച്ച സക്കറിയ പുരോഹിതൻ്റെ ഏകപുത്രൻ. പരിഷ്കൃതിയും സമൂഹവാസവും ഉപേക്ഷിച്ച് യാഹാം ദൈവത്തിൻ്റെ ജനതയായി തീരുവാൻ മരുവാസം ചെയ്യുന്ന എസൻസുകൾ അഥവാ എരിവുകാരെന്ന് അറിയപ്പെടുന്നതോടൊപ്പം ചുട്ടുപൊള്ളുന്ന യഹൂദ മരുഭൂമിയിൽ വസിക്കുന്ന ത്യാഗി വര്യൻ ജോൺ ദ ബാപ്റ്റിസ്റ്റ്. നമ്മൾ ഓർക്കുക, സമൂഹത്തിൽ ഇടകലർന്ന് അവരുടെ വ്യതിരിക്തമായിട്ടുള്ള ചിന്തകളിൽ കുടുങ്ങി സമൂഹത്തിൻ്റെ നൈർമല്യതയും അവരുടെ കന്മഷവും അവരുടെ തരളിതയും ഏൽക്കാതെ യഹോവയാകുന്ന ദൈവത്തിന് വേണ്ടി വേറിട്ട് നിൽക്കുന്നതായിട്ടുള്ള മരുഭൂമിയിലെ വാസക്കാരായിട്ടുള്ള യസൻസുകാരോടൊപ്പം ഇതാ
ദൈവാലയ മണിമേടയിലായിരിക്കേണ്ട പുരോഹിത വർഗത്തിൽപ്പെട്ട യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ ആയിരിക്കുന്നു. സ്നാപക യോഹന്നാൻ, ആർക്കും വഴങ്ങാത്ത ചെറുപ്പക്കാരൻ. അവൻ വിളിച്ചു പറയുന്നു, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു എന്ന്. തങ്ങൾ ഒരു വൃക്ഷമെന്നും അത്തിമരമെന്നും തോന്നിയ യഹൂദ പ്രമാണിമാർക്ക് ഈ ശബ്ദം കഠിനമായി അനുഭവപ്പെട്ടു. ഇസ്രായേൽ ജനം യോർദാനിൽ യോഹന്നാൻ സ്നാപകൻ നടത്തുന്ന മാനസാന്തര സ്നാനത്തിലേക്ക് ഒഴുകുവാൻ തുടങ്ങി. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയരുതേ എന്നും അദ്ദേഹം പ്രസ്താവിച്ചു. മാത്രമല്ല, കഠിനമായ പരാമർശം സർപ്പസന്തതികളെ അഥവാ പിശാചിൻ്റെ മക്കളെ എന്നാണ്. അത് വാസ്തവത്തിൽ സത്യവുമാണല്ലോ. എന്തുകൊണ്ടെന്നാൽ ആദിമാതാവിനെ സർപ്പ ഉപായത്താൽ ചതിക്കുകയായിരുന്നല്ലോ ആശയപരമായി. അങ്ങനെയെങ്കിൽ ദൈവകൽപ്പനയേക്കാൾ സാത്താൻ്റെ ഉപദേശത്തെ കൈക്കൊണ്ടതും കഴിഞ്ഞ്, അതുമാത്രമല്ല അഹരോനോട് നിർമ്മിച്ചെടുത്ത കാളക്കുട്ടിയെയും തുള്ളിച്ചിട്ട് വീണ്ടും ക്ഷമയുടെ കാലങ്ങൾ നൽകിയ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ കല്ലെറിയുന്ന പാരമ്പര്യവും മറന്ന് അനുഷ്ഠാനങ്ങളുടെ നിഴലിൽ കാലം പൂക്കിയ തങ്ങളെ വിശുദ്ധരെന്ന് കണ്ടിട്ടല്ലല്ലോ ദൈവം ഇപ്പോൾ മൗനമായിരുന്നത്. ഇത്രയും നാൾ മൗനമായിരുന്നത് തങ്ങളെ അവിടുന്ന് ശ്രദ്ധിക്കുകയായിരുന്നുവെന്ന് യോഹന്നാന്റെ ശബ്ദം നിമിത്തം ഇവർ ഞെട്ടിത്തരിച്ച് മനസ്സിലാക്കുകയാണ്. ഇതാ സമയമായിരിക്കുന്നു. അതുകൊണ്ടത്രേ പുരോഹിത പദവിയിൽ വിളങ്ങേണ്ട ഈ ശ്രേഷ്ഠൻ ഏലിയ പ്രവാചകന്റെ ആത്മാവിൽ ഉച്ചൈസ്തരം ഘോഷിക്കുന്നത്, മാനസാന്തരം യോഗ്യമായ ഫലം കായ്പീനെന്ന്. ഭരണാധികാരിയായ ഹേരോദാവിൻ്റെ അനീതിക്കെതിരെയും തൻ്റെ തീനാവെ ഗർജിച്ചിരിക്കുന്നു. അത് ആ അരമനയെയും ഉലച്ചു കളഞ്ഞിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ മാതാപിതാക്കൾ അവൻ ബാലനായിരിക്കുമ്പോൾ തന്നെ മരിച്ചു. സഹോദരങ്ങളും ആരും തനിക്ക് ഇല്ലായിരുന്നു. ഇതാ ഹെർമോൻ പർവ്വത നിരകളിൽ നിന്നൊഴുകുന്ന യോർദാൻ നദി, അത് വേനൽക്കാലത്തെ മഞ്ഞുരുക്കത്താൽ സമൃദ്ധമാണ്. മഴക്കാലമെങ്കിൽ അനവധി അരുവികളാൽ ആറാടുകയും ചെയ്യും. യോർദാൻ്റെ തീരപ്രദേശങ്ങളിലും ചുറ്റുമുള്ള ദേശങ്ങളിലും സ്നാപകന്റെ പ്രവാചക ശബ്ദം ശ്രുതിയായി മാറി. പ്രധാനമായും 2 ദൂതുകളാണ് സ്നാപകൻ നൽകുന്നത്. 1 മാനസാന്തരത്തിനുള്ള ആഹ്വാനം, 2 ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മലാക്കി 4:4, ലൂക്കോസ് 3:7 മുതൽ 9 വരെ. അതിൽ 2ാമത്തെ ദൂതിൻ്റെ മുഖ്യമായി എന്നിലും ബലവാനായൻ വരുന്നു, അതാണ് മുഖ്യദൂത്. അവന് വീശുപുറം കൈ ഉണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിര് കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും. ലൂക്കോസ് 3:16-17. അസംഖ്യം ആളുകൾ യോഹന്നാൻ്റെ പ്രസംഗം കേൾക്കുവാൻ തടിച്ചുകൂടി. ഈ 2026 കാലത്ത് ഏത് നിലയിലുള്ള പ്രസംഗം കേൾക്കാനാണ് ജനം തടിച്ചുകൂടുന്നത് എന്നത് പ്രത്യേകം ഒന്ന് ചിന്തിക്കുക. മാനസാന്തരപ്പെടുക. പ്രസംഗിക്കുന്നവരും കേൾക്കുന്നവരും സംഘാടകരും ഈ എളിയവനായി ഞാനും ഒരു നിമിഷം ഒന്ന് ചിന്തിക്കേണ്ടതായിരിക്കും. അന്ന് യോഹന്നാൻ്റെ ശുശ്രൂഷ നാളുകളിൽ മാനസാന്തരത്തിൻ്റെ വലിയ കൊടുങ്കാറ്റ് യോർദാൻ്റെ തീരത്തുണ്ടായി. അതാണ് യഥാർത്ഥമായ ഉണർവ് എന്ന് പറയുന്നത്. ഉണർവ്. ജനം പാപമോചനത്തിനായി മാനസാന്തരപ്പെട്ടു, സ്നാനമേറ്റു. മർക്കോസ് 4. സ്നാപകൻ വഴിയൊരുക്കി പറഞ്ഞു, പിന്നാലെ ഒരുവൻ വരുന്നു എന്ന്, ഞാൻ അവൻ്റെ ശബ്ദം മാത്രമെന്നും. അത് ശബ്ദം, ബോൺ എന്ന വാക്കിനെ ബൃഹത്തായതും കോരിത്തരിപ്പിക്കുന്നതും എന്നാണ് അർത്ഥം. ട്രിമൻഡിയസ് ആൻഡ് ത്രിൽസ് വോയിസ്, അത് പൈലറ്റ്സ്. ഉന്നതൻ്റെ അധികാരിയുടെ ആഗമനത്തെ വിളിച്ചറിയിക്കുന്ന വിളംബരക്കാരൻ. ഈ നാളുകളിൽ ക്രിസ്തുവിന് 30 വയസ്സ് ആകുകയായിരുന്നു. യെരുശലേം പെരുന്നാളിൽ പണ്ടുപോയിരുന്ന 12കാരൻ 18 വയസ്സോട് കഴിഞ്ഞപ്പോൾ 30കാരനായിരിക്കുന്നു. യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നീ സഹോദരന്മാരെ കൂടാതെ കുറഞ്ഞപക്ഷം 2 സഹോദരിമാർ, അങ്ങനെ 6 പേരുടെയും മൂത്ത ജ്യേഷ്ഠനാണ് അദ്ദേഹം. യോസഫ് പിതാവ് യേശുവിൻ്റെ കൗമാരകാലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനാൽ തന്നെ അമ്മ മറിയയോടൊപ്പം വീടിനെ പുലർത്തുന്നതിൽ പിതാവിൽ നിന്ന് പഠിച്ച മരപ്പണി പ്രയോജനപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഭക്ഷണം കിട്ടാൻ അല്പം താമസിച്ചപ്പോൾ ഈ എളിയവൻ ചിന്തിച്ചു, നാസറേത്തിലെ ആ എളിയ ഭവനത്തിൽ ഇളയവരായ സഹോദരങ്ങൾക്ക് ആഹാരവും മറ്റ് പരിചരണങ്ങളും ലഭിക്കേണ്ട സമയക്രമങ്ങളിൽ മൂത്ത മകനായ യേശുവിൻ്റെ വിശപ്പ്, മറ്റ് സഹനങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എല്ലാം എന്ത് സഹനത്തിൻ്റെ പാഠങ്ങൾ ആയിരുന്നു എന്ന്. അതെ, അവിടുന്ന് വരികയാണിപ്പോൾ യോർദാനിലേക്ക്. പാകപ്പെട്ട് 30 വയസ്സ് തികഞ്ഞ് യഹൂദ അനുസാരപ്രകാരം ഇതാ വരുന്നു. യോർദാൻ്റെ തീരഭൂവിലൂടെ ഗലീലയിലെ നസറത്തിൽ നിന്ന് യേശു വരികയായി. മർക്കോസ് 9. നിന്നാൽ സ്നാനമേൽക്കുക എനിക്ക് ആവശ്യമെന്ന് യോഹന്നാൻ വിലക്കിയെങ്കിലും ഇപ്പോൾ സമ്മതിക്ക എന്ന് പറഞ്ഞ് യേശു യോഹന്നാനെ ധൈര്യപ്പെടുത്തി. മത്തായി 3:13-17 വരെ, മർക്കോസ് 9:11 വരെ, ലൂക്കോസ് 3:21 മുതൽ 23 വാക്യങ്ങൾ. ജനമെല്ലാം സ്നാനമേൽക്കുകയും യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മ ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഇവിടെ യേശു ബാഹ്യതലത്തിൽ പ്രത്യേകതയൊന്നും പ്രകടമാക്കുന്നില്ല. എന്നാൽ സ്നാപകൻ്റെ സാക്ഷ്യം, പിതാവാം ദൈവത്തിൻ്റെ വിളംബരം, ആത്മാവാം ദൈവം ഇറങ്ങി വന്ന് ആവശ്യിച്ചത് എല്ലാം ക്രിസ്തു മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അന്നത്തെ ലോകമത് അറിയുന്നില്ല. അവർക്ക് തങ്ങളെപ്പോലെ കൂട്ടത്തിൽ വന്ന് സ്നാനപ്പെട്ട ഒരു തച്ചൻ, പിന്നെ സ്നാപകൻ എന്തോ പറഞ്ഞു, അശരീരിയോ മറ്റോ അല്പം കാര്യങ്ങൾ കേട്ടു ഉയരത്തിൽ നിന്ന്. യഹൂദ ജനത ഈ നസ്രേത്തുകാരനിൽ മറ്റൊന്നും ചിന്തിച്ചില്ല. എന്നാൽ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ആത്മാവേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തുകയാണ്. യേശു ആര് എന്ന വിഷയത്തിൽ മനുഷ്യത്വം എന്നതിലെ യേശുവിൻ്റെ ഉപവാസവും നേരിട്ട പരീക്ഷയും അടുത്ത 6-ാം ഭാഗത്തിൽ നമുക്ക് ഒരുമിച്ച് അല്പം ഗാഠമായി ചിന്തിക്കണം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം. നന്ദി.